ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 22 അധ്യായം 32 നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ഈശോ പത്രോസിനോട് പറയുന്ന വാക്കുകളാണ്. പത്രോസിന്റെ ജീവിതത്തിൽ പ്രലോഭനമുണ്ടാവും എന്ന് കൃത്യമായിട്ട് ഈശോ പറയുക. നിനക്ക് പ്രലോഭനമുണ്ടാകുമ്പോൾ നീ അതിൽ വീണു പോകാതിരിക്കാനായിട്ട് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോയുടെ പ്രാർത്ഥനയത്. ഈശോ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ ഈശോ അവനെ ഏൽപ്പിക്കുന്ന വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇഷ്ടംപോലെ പ്രലോഭനമുണ്ടാവാം. പക്ഷേ ഈ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തികളല്ല, മറിച്ച് അവിടെ നിന്ന് തിരിച്ച് കരയേറുവാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ച് നടക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ദൈവത്തിന് മുൻപിൽ സ്വീകരിക്കപ്പെടുക. പ്രലോഭനം ഉണ്ടാവാതിരിക്കത്തില്ല കേട്ടോ. മനുഷ്യനാണ്, ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ഞാൻ തീരുമാനിക്കണം, ഈ പ്രലോഭനത്തിൽ നിന്ന് ഞാൻ കരയേറണമോ അതോ അതിൽ തന്നെ അടിമപ്പെട്ട് ജീവിക്കണമോ എന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് പ്രലോഭനത്തിൽ നിന്ന് കരയേറുവാനായിട്ട് സാധിക്കട്ടെ. അതേപോലെ തന്നെ നമ്മളെ ഏൽപ്പിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ഈശോ ശിമിയോന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റണം. ഒരുവൻ പ്രലോഭനത്തിന് അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ ശക്തിപ്പെടുത്തുവാനായിട്ട് എനിക്ക് സാധിക്കണം. പക്ഷെ പലപ്പോഴും നമുക്കിത് പറ്റുന്നില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. മറ്റൊരുവന്റെ ജീവിതത്തിൽ ഒരു പ്രലോഭനം കണ്ടാൽ, ഒരു കുറവ് സംഭവിച്ചാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. അവൻ്റെ കുറ്റവും കുറവും മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാനായിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവർ, അത് നമ്മുടെ ജീവിതത്തിൻ്റെയും നാശമാണ് കേട്ടോ. അതുകൊണ്ട് അത് കൊട്ടിഘോഷിക്കേണ്ടവരല്ല, മറിച്ച് അവൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമതൊരു കാര്യം കൂടെ പറയുന്നുണ്ടല്ലേ, പ്രലോഭനത്തിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ മറ്റുള്ളവരെ ശക്തിപ്പെടുത്തണം. മറ്റുള്ളവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മറ്റൊരുവൻ്റെ ജീവിതത്തിൽ പ്രലോഭനം ഉണ്ടാകുമ്പോൾ അവൻ തകർന്നു വീണു പോകും എന്നുള്ള സാഹചര്യങ്ങളിൽ ഒരു താങ്ങായിട്ട്, ഒരു തണലായിട്ട്, ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ അവൻ്റെ കൂടെ ഉണ്ടാകണം. അവനെ ഒന്ന് ശക്തിപ്പെടുത്തണം. അവനെ തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. നമ്മൾ പ്രലോഭനത്തിന് അടിമപ്പെട്ട വ്യക്തികളാണോ? ആണെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു നടന്ന് ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട്. 2, മറ്റുള്ളവർ പ്രലോഭനത്തിൽ വീഴുന്നത് കാണുമ്പോൾ കൊട്ടിഘോഷിക്കുന്ന, ചിരിക്കുന്ന വ്യക്തിയാണോ ഞാനെന്ന്? ആണെങ്കിൽ അതിൽ നിന്ന് മാറി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് തിരിച്ചു വരുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവരെ ശക്തിപ്പെടുത്തി അവൻ്റെ ജീവിതത്തിലെ പ്രലോഭനം കാണുമ്പോൾ അവൻ്റെ കൂടെ നിന്ന് അവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.